நீட்டா இருக்கு. ம். ஷட்ஜம் சுத்தரிஷபம், ശുദ്ധ ഗാന്ധാരം. ശ്രീറാം അത് കേൾക്കുന്നില്ലല്ലോ. കേക്കണതാ? ഇല്ല, സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, ഫ്ലൂട്ട് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. അയ്യോ ഇതെന്താ? അല്ലെങ്കിൽ ഒന്ന് പാടി കാണിച്ചാൽ മതി ശ്രീറാം. ഓ ശരി. അതിപ്പോ ഈ മറ്റേ സൂമിൽ വന്നിട്ട് ഫ്ലൂട്ട് കേൾക്കത്തില്ല. കുഴപ്പമില്ല. എന്താണാവോ അതിന്റെ ടെക്നിക്കാലിറ്റി? അടുത്തത് അന്തരഗാന്ധാരത്തിൽ സ്ഥലത്ത് മധ്യമം പാടുക. അത്രയും പോയില്ല. ഞാൻ ശ്രുതി ഇടാം. ഒരു നിമിഷം മോന, ഇതൊന്ന് ഇടാമോ മോന, ഇതൊന്ന് ഇടാമോ മോന. ഞാൻ പറയാം അത് സംഭവം എന്താന്നുള്ളത്. സി വെച്ചിട്ടുണ്ട്. സരി ശുദ്ധഋഷഭം, ശുദ്ധ ഗാന്ധാരം, അന്തരഗാന്ധാരത്തിൽ മധ്യമം, സരി ഗ മ പ പ മ, അന്തരഗാന്ധാരത്തിൽ സ്ഥലത്ത് മധ്യമം, പ മ പ മ ഗ രി സ, അങ്ങനെ. ശർമാജി ഇപ്പൊ കേക്കണതാ? ബിനു ഒരു സെക്കൻഡ് കേക്കണ്ടോ? സരി ഗ മ പ പ ധ നി സ നി ധ പ സ നി ധ പ മ ഗ രി സ, ഇങ്ങനെ. സരി ഗ മ സരി ഗ മ മ പ മ ഗ രി സ. ഇതാണ് ഈ ഒരു സ്കെയില്. അത് അജയൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ശുദ്ധരിഷഭം, ശുദ്ധ ഗാന്ധാരം, നവമധ്യമം. അയ്യോ ഇത് വന്നിട്ട് ഭയങ്കര ക്രൊമാറ്റിക് ആയി പോയല്ലോ ശർമാജി. അതെ അതാണ് മാത്രി, നവമധ്യം, അന്തരഗാന്ധാര സ്ഥലത്ത് മധ്യമം, പഞ്ചമം ശുദ്ധദേവതം, ശുദ്ധനിഷാദം. ഇതാണ് ഈ സ്കെയിലാണ്. അപ്പോ ഈ സ്കെയിലിന്റെ പേരൊന്ന് പറയാമോ അജയം? സുധാമധ്യമം. സുധാമധ്യമം എന്നാണ് ഇതിന്റെ പേര്. സുധാമധ്യമത്തിന്റെ അതെ 97th മേള. കറക്റ്റ്, 97th മേള. കടവ്യാധി വഴി ഇദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കടവ്യാധി ഫോർമുലയായിട്ട് കറക്റ്റ്. അതായത് കടവ്യാധി ഫോർമുല അനുസരിച്ചാണ് അദ്ദേഹം ഈ സുധാമധ്യം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഇതിനിവിടെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഷഡ്ജം ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, അന്തരഗാന്ധാരത്തിന്റെ സ്ഥലത്ത് മധ്യമം, പഞ്ചമം ശുദ്ധദേവതം, ശുദ്ധനിഷാദം. ഇത് ശുദ്ധമധ്യമം എന്നാണ് ഇതിന്റെ പേര്. ഇതേ സ്കെയിലാണ് രേവന്തമൂർത്തി എന്ന പേരിൽ താൻ ഒരു പുതിയ സ്കെയിൽ കണ്ടുപിടിച്ചു എന്ന് ഒരു ഗവേഷകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ലൈവില് പറയുന്നത്. രേവന്തമൂർത്തി എന്നുള്ളതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആരോപണമാണ് ഒരു ഇന്റർവ്യൂവിൽ നിന്നാണ് ഞാൻ സംഘടിപ്പിച്ചത്. അദ്ദേഹം സെയിം ആരോപണമാണ് പറഞ്ഞിരിക്കുന്നത്, രേവന്തമൂർത്തി അത്രേ. അപ്പോ ദത്താത്രേയ എന്നുള്ള പണ്ഡിതൻ കൃത്യമായ കടവ്യാധി പദ്ധതി അനുസരിച്ച് നാമകരണം ചെയ്തിട്ടുള്ള സുധാമധ്യമം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള അതിന്റെ മേള നമ്പർ 97, അതായത് സ 7, ധ 9, അങ്ങനെ 97 തിരിച്ചിടണം. ഇങ്ങനെ കൃത്യമായിട്ട് കടവ്യാധിയിൽ അനുസരിച്ച് ആ നമ്പർ 97ാമത്തെ മേളമാണ്. അതായത് അദ്ദേഹം ഓരോ ചക്രങ്ങൾക്ക് ഇവിടെയും പേര് കൊടുത്തിട്ടുണ്ട്. അതായത് 73 മുതൽ 77 വരെ ഇങ്ങനെ ഓരോരോ ചക്രങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ചക്രം മധുര ചക്രം എന്നാണ് പേര്. ഈ 97 മുതലുള്ളത് മധുര ചക്രം അല്ല, 95 മുതലോ 97 വരെയുള്ളതാണ്. അപ്പോ ഇതിന് മധുര ചക്രം 97 തുടങ്ങുന്നു, ഒന്നാമത്തെ. അതെ, അപ്പോ മധുര ചക്രത്തില് ഈ 97ാമത്തെ മേളത്തില് ഈ രേവന്തമൂർത്തി ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന അതേ മേളം
74 80 കാലഘട്ടങ്ങളിൽ ഈ ദത്താത്രേയ തൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വെങ്കടമയ്ക്ക് ശേഷം വേറെ ആരും ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രത്യേകിച്ച് ഈ 120 മേളങ്ങളിൽ ഈ 1-2 മേളങ്ങൾ മാത്രം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായി അപ്പുറം ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, നവമധ്യമം, പഞ്ചമം, ശുദ്ധയുവതം, ശുദ്ധനിഷാദം. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ ഇതിന്റെ ഈ നവഗാന്ധാരം എന്ന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ശുദ്ധമധ്യമത്തിന്റെ സ്ഥാനത്ത് പാടുന്ന നവഗാന്ധാരം, അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ സ്വരസ്ഥാനത്തിന്റെ പേരാണ് ഇതിലേറെ തമാശ. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് അഷ്ടശ്രുതി മധ്യമം എന്നാണ്. ആ ഗാന്ധാരത്തിന് അന്തരഗാന്ധാരത്തിൽ മധ്യമം പാടുന്നതിന് പേര് കൊടുത്തിരിക്കുന്ന അഷ്ടശ്രുതി മധ്യമം. അത് എന്തുകൊണ്ട് ആ പേര് കൊടുത്തു എന്ന് വെച്ചാൽ അന്തരഗാന്ധാരം ഷഡ്ജത്തിൽ നിന്നും 8ാമത് ശ്രുതിയിലിരിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. 22 ശ്രുതികൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, അന്തരഗാന്ധാരം G3 ആണ്. ഷഡ്ജത്തിൽ നിന്നും 7 ഏകശ്രുതികൾ മുകളിലാണ് G3, 8 അല്ല. സോ 7 ഏകശ്രുതികളുടെ മുകളിലാണ് ഈ അന്തരഗാന്ധാരം ഉള്ളത്. 8 എണ്ണമാണെങ്കിൽ അത് ച്യുതമധ്യമ ഗാന്ധാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഗ മഗ പ മരി രി സുരുട്ടിയിലൊക്കെ കാണാൻ പറ്റും. മഗ മധ്യമത്തിൽ തന്നെ ഗാന്ധാരം പാടുക, മഗ, ഇതാണ് അന്തരഗാന്ധാരം. മഗ, ഇത് അന്തരഗാന്ധാരത്തിലേക്ക് ഒരു ശ്രുതി മുകളിലാണ്. ഇതാണ് 8ാമത്തെ ഗാന്ധാരം. പക്ഷേ അന്തരഗാന്ധാരം, പ്ലെയിൻ അന്തരഗാന്ധാരം 7ാമത്തെ ശ്രുതിയിലാണ്, 7 ശ്രുതി കഴിഞ്ഞിട്ടാണ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഷഡ്ജത്തിൽ നിന്നും ഒരു പൂർണ്ണ ഏകശ്രുതി, ഒരു പ്രമാണ ഏകശ്രുതി, ഒരു ന്യൂന ഏകശ്രുതി, ഒരു പ്രമാണ ഏകശ്രുതി, ഒരു പൂർണ്ണ ഏകശ്രുതി, ഒരു പ്രമാണ ഏകശ്രുതി, ഒരു ന്യൂന ഏകശ്രുതി, ഇങ്ങനെ 7 ഏകശ്രുതികളുടെ മുകളിലുള്ള പൊസിഷനാണ് അന്തരഗാന്ധാരത്തിന്റെ. അപ്പോൾ അവിടെ തെറ്റി, അഷ്ടശ്രുതി മധ്യമം അവിടെ പൊളിഞ്ഞു. അപ്പോൾ രേവന്തമൂർത്തി. ഇനി അടുത്തൊരു സ്കെയിലിനെ കുറിച്ച് നമുക്ക് നോക്കാം. നവമേള ചക്ര സ്കീമിൽ 15ാമത്തെ ചക്രം പൗർണമി ചക്രം, അതിൽ 90ാമത്തെ മേളം, അതിൻ്റെ പേര് നൃധനാംബരി. നൃധനാംബരി കടവ്യാധി നിയമം അനുസരിച്ച് കൊടുക്കപ്പെട്ടുള്ള പേരാണ് നൃധനാംബരി. നായ്ക്ക് 0, ധായ്ക്ക് 9, തിരിച്ചിട്ടാൽ 90. 90ാമത്തെ മേളം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം നവമേള ചക്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്വരസ്ഥാനം നോക്കാം. സരീ, ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, സരീ. അത് പിന്നെ നവഗാന്ധാരം എന്ന് പറഞ്ഞിട്ട് ശുദ്ധമധ്യമത്തിന്റെ സ്ഥലത്ത് സമ, അവിടെ ഗാന്ധാരം പോയി ശുദ്ധമധ്യമത്തിൽ പാടണം. സരീ ഗ. ശ്രദ്ധിക്കണം, എത്ര അപസ്വരമാണ്. നമ്മളൊരു ഗാന്ധാരത്തിന് നമ്മുടെ മനസ്സിലൊരു ഗാന്ധാരമുണ്ട്, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് മധ്യമത്തിന്റെ സ്ഥലത്ത് പോയി ഗാന്ധാരം പാടണം. സരീ ഗ ഐ മ, പ്രതിമധ്യമം. സരീ ഗ മ പ ധനി സനി ദ പമ പമ ഗ. അത് നമുക്ക് പെട്ടെന്ന് വരില്ല, കാരണം നമുക്ക് ഗാന്ധാരം പോയി ശുദ്ധമധ്യത്തിൽ വരില്ലല്ലോ. സനി ദ പമ ഗ രീ സ. ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, നവമധ്യമം ശുദ്ധമധ്യമത്തിന്റെ സ്ഥലത്ത് ഗാന്ധാരം, പ്രതിമധ്യമത്തിന്റെ സ്ഥലത്ത് പ്രതിമധ്യമം. പഞ്ചമം ഷഡ്ശ്രുതി ദൈവതം, കാക്കൽ നിഷാദം. അജയൻ ഇവിടെ നൃധനാംബരിയുടെ പേജ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെയിലിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നൃധനാംബരി. ഇതേ സ്കെയിലിൽ നമ്മുടെ പുതിയ ഗവേഷകൻ ഒരു രാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹയപ്രിയ എന്ന മറ്റുമാണ് ആ രാഗത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹയപ്രിയ താൻ കണ്ടുപിടിച്ച ഒരു മേളമാണെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഹയപ്രിയയാണ് 80-90 കാലഘട്ടത്തിൽ തന്നെ ദത്താത്രേയ തൻ്റെ 120 മേള പദ്ധതിയിൽ കൃത്യമായിട്ട് കടപയാതി നമ്പറോട് കൂടിയ നൃധനാംബരി എന്ന രാഗം എന്ന മേളം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി കടപയാതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹയപ്രിയയ്ക്ക് 18 വരേണ്ടത്. ഹ യ 1 8 അല്ല 8 1 18 18 അസമ്പൂർണ്ണ മേള പദ്ധതിയിൽ 18 ജയശുദ്ധ മാളവിയാണ്. ഹാടകാംബരിയാണ് നമ്മുടെ സമ്പൂർണ്ണ മേള പദ്ധതിയിൽ. അതുപോലെ ഇതിനോ നമ്മുടെ എന്താണ് ആദ്യം ഒരു ഇത് രേവന്തമൂർത്തിയോ, അതിന് ശരിക്കും വരേണ്ടത് എന്താ നമ്മുടെ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 42.
രേവന്ത രാ വ 42 വരേണ്ടത്. 2 4 തിരിച്ചിടുമ്പോൾ 42. 42 എന്താണുള്ളത്? രഘുപ്രിയാണ്. അതേസമയം അസമ്പൂർണ്ണ മേള പദ്ധതിയിൽ രവിക്രിയയാണ് 42ാമത്. അപ്പോൾ ഈ പേരിലുള്ളത് നമ്മുടെ ഈ 72 മേളത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇനി അതല്ല, ഈ 72 മാറ്റി വെച്ചിട്ട് ഇനി പുതിയ മേള പദ്ധതിയാണോ എന്നറിയില്ല, ഇനി അത് അദ്ദേഹം തന്നെ പറയേണ്ടി വരും. അപ്പോൾ പക്ഷേ ഈ കണ്ടുപിടിച്ചെന്ന് പറയുന്ന 2 മേളങ്ങളും കൃത്യമായിട്ട് ദത്താത്രേയ 80കളിൽ തന്നെ 80-90കളിൽ തന്നെ ഇത് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും അക്കാഡമിയിലുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പോയി അത് നോക്കാവുന്നതാണ്. ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ 9 ശ്രുതി ഇടവെളിയുള്ള ദശശ്രുതി ഗാന്ധാരം എന്നൊരു സംഭവം, അല്ല 10 ശ്രുതി ഇടവെളിയുള്ള ഒരു ദശശ്രുതി ഗാന്ധാരം ആണ് അദ്ദേഹം ശുദ്ധമധ്യമത്തിന് കൊടുത്തിരിക്കുന്ന പേര്. ശുദ്ധമധ്യമത്തിന്റെ സ്ഥാനത്ത് പാടുന്ന ഗാന്ധാരത്തിന് കൊടുത്തിട്ടുള്ള പേര്. ശുദ്ധമധ്യമത്തിന്റെ സ്ഥാനത്ത് പാടുന്ന ഗാന്ധാരത്തിന് ദശശ്രുതി ഗാന്ധാരം എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ഗവേഷകൻ. അപ്പോ ദശശ്രുതി ശുദ്ധമധ്യമത്തിലേക്ക് ഷഡ്ജത്തിൽ നിന്നും 9 ശ്രുതിയെ വ്യത്യാസമുള്ളൂ, ദശശ്രുതി ഇല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഷഡ്ജത്തിൽ നിന്നും പൂർണ്ണം പ്രമാണം എണ്ണം, പൂർണ്ണം പ്രമാണം ന്യൂനം പ്രമാണം, പൂർണ്ണം പ്രമാണം ന്യൂനം പ്രമാണം കഴിഞ്ഞിട്ടൊരു പൂർണ്ണം. ആ പൂർണ്ണത്തിലേക്ക് എത്തുമ്പോൾ ശുദ്ധമധ്യമായി. 9 ശ്രുതി വ്യത്യാസത്തിൽ മുകളിലുള്ള സ്വരമാണ് ശുദ്ധമധ്യമം, 10 അല്ല. അദ്ദേഹത്തിന് എങ്ങനെ 10 കിട്ടിയെന്ന് അറിയില്ല. 10 പോവുകയാണെങ്കിൽ ബേഗട മധ്യമത്തിലേക്ക് പോവും. അതാണ് ശുദ്ധമധ്യമം. അതാണ് ബേഗട മധ്യമം. സോ ബേഗട മധ്യമം ശുദ്ധമധ്യമത്തിനേക്കാൾ ഒരു ശ്രുതി കൂടുതലാണ് 22 ശ്രുതി പ്രകാരം. അപ്പോൾ അതും തെറ്റി. 9 ശ്രുതി ഇടവിളിയുള്ള ദശശ്രുതി ഗാന്ധാരമാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ആ പേരും തെറ്റി. ആ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്വരസ്ഥാനത്തിന്റെ പേരും തെറ്റ്. താൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുള്ള 2 സ്കെയിലും എന്നോ ആണുങ്ങൾ കണ്ടുപിടിച്ച് അത് പബ്ലിഷും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മഹാ ആചാര്യന്മാർ എത്രയോ, അതാണ് റിസർച്ച് എന്ന് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു നമ്മൾ സ്വയം വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ആരെങ്കിലും അതിനു മുമ്പ് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോയി നോക്കാനുള്ളൊരു ചുമതല നമുക്കുണ്ട്. അത് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. മ്യൂസിക് അക്കാഡമിയിൽ ഇഷ്ടംപോലെ വർഷങ്ങളിൽ വിദ്വാൻമാർ ചർച്ച ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇന്നും വരാളി ഗാന്ധാരം ശുദ്ധഗാന്ധാരം അല്ല, സാധാരണ ഗാന്ധാരമാണെന്ന് അഭിപ്രായമുണ്ട്. അതുപോലെ പല പല കാര്യങ്ങൾ നമുക്ക് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വിദ്വാൻമാർ ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് മ്യൂസിക് അക്കാഡമി പോലെയോ ഇഷ്ടംപോലെ, മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ കർണാടക മ്യൂസിക്കിന്റെ സെന്റർ ആണല്ലോ മദ്രാസ്. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എത്രയോ ലൈബ്രറികളുണ്ട്. കലാക്ഷേത്രയിലുണ്ട്, ലൈബ്രറി ഉണ്ട്, മ്യൂസിക് അക്കാഡമിയിലുണ്ട്. സോ നമ്മുടേതാണെന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഡൊമൈനിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് എൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയുമ്പോൾ വളരെയധികം ആലോചിക്കണ്ടേ, ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് റിസർച്ച് ചെയ്യണ്ടേ. അത് റിസർച്ച് ചെയ്യാതെ മഹാചാര്യന്മാർ ചെയ്തിട്ടുള്ള. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അസമ്പൂർണ്ണ മേള പദ്ധതിയെക്കുറിച്ചാണ്. അസമ്പൂർണ്ണ മേള പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഈ മേള പദ്ധതി കൊണ്ടുവന്നത് വെങ്കടമക്കിയാണ്. മുദ്ദു വെങ്കടമക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഈ 72 മേള പദ്ധതിയിൽ ഈ 36 ശുദ്ധമധ്യമ മേളങ്ങളും 36 പ്രതിമധ്യമ മേളങ്ങളുമായിട്ടും ഈ വിവാദ്യ സ്വരങ്ങളുടെ സാധ്യതകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പദ്ധതി അദ്ദേഹം രൂപീകരിച്ചു. പക്ഷെ അന്ന് ആരോഹണം സമ്പൂർണ്ണമായിരിക്കണം, അവരോഹണം സമ്പൂർണ്ണമായിരിക്കണം, ആരോഹണത്തിലെ അതേ സ്വരങ്ങളായിരിക്കണം അവരോഹണത്തിൽ, ഇത്യാദി കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആരോഹണം മിക്കവാറും ഇപ്പൊ കനകാംബരിയാണ് അസമ്പൂർണ്ണ മേള പദ്ധതിയിലെ കനകാംഗി. അപ്പൊ സരി മപധ സനിധ മഗരി സരി മപദ അങ്ങനെയാണ് ആരോഹണം കൊടുത്തിരിക്കുന്നത്. അത് കനകാംബരിക്ക് മാത്രമല്ല പല മേളങ്ങൾ അസമ്പൂർണ്ണ മേള പദ്ധതി നമുക്ക് ഇത് നെറ്റിലിട്ട് നോക്കിയാൽ അറിയാം. പല മേളങ്ങളും ആരോഹണത്തിൽ വർജ്ജങ്ങളായിരിക്കും, അവരോഹണത്തിൽ മോസ്റ്റ്ലി എല്ലാം സമ്പൂർണവുമായിരിക്കും. അതുപോലെ ഇന്ന് നമ്മൾ ജന്യരാഗമായിട്ട് കണക്കാക്കുന്ന ശ്രീരാഗം കേദാരഗൗള, ശ്രീരാഗം ഖരഹരപ്രിയയുടെ സ്ഥാനത്ത് 22 അസമ്പൂർണ്ണ മേള പദ്ധതിയിൽ 22ാമത്തെ മേളമായിട്ട് കൊടുക്കപ്പെട്ടിട്ടുണ്ട് ശ്രീരാഗം. അതിനെ പിന്നീട് സമ്പൂർണ്ണമാക്കിയപ്പോഴാണ് ഖരഹരപ്രിയ കിട്ടിയത്. ഹരി കേദാരഗൗള എന്നുള്ള പേരിൽ 28 അസമ്പൂർണ്ണ മേള പദ്ധതിയിലുണ്ട്. സരിമ പനിസ സനിതപ്പ മകരിസ, ഇന്നത്തെ അതേ കേദാരഗൗള തന്നെയാണ് ഹരി കേദാരഗൗളയായിട്ട് 28 അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊക്കെ മേളകർത്താവായിട്ട് ആയിരുന്നു അംഗീകരിച്ചിരുന്നത്. പിന്നീട് ഹരികേദാരഗൗളയെ ആരോഹണം സമ്പൂർണ്ണമാക്കിയപ്പോൾ ഹരികാംബോജിയായി. രണ്ടും മേളകർത്തയ്ക്ക് തുല്യമാണ്. ഹരികാംബോജിയും ശരി ഹരികേദാരഗൗളയും ശരി 28 കിട്ടും.
അതുപോലെ ശ്രീരാഗത്തിനും കിട്ടും, ഖരകപ്രിയയ്ക്കും കിട്ടും. ഇനി ഈ അസമ്പൂർണ്ണ മേള പദ്ധതിയെ പിന്നീട് ഈവൻ 72 രാഗങ്ങൾ പോലും അന്ന് അദ്ദേഹം കൊടുത്തിരുന്നില്ല. പല രാഗങ്ങളും സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ സ്വരസ്ഥാനങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അങ്ങനെ. പിന്നീട് ആണ് ഇത് ഈ അസമ്പൂർണ്ണ മേള പദ്ധതി തന്നെ പിന്നീടാണ് അത് പൂർണ്ണമായത്, അസമ്പൂർണ്ണ മേള പദ്ധതി. പക്ഷെ അപ്പോഴും ആരോഹണം സമ്പൂർണ്ണമാക്കിയിട്ടില്ല. അതിനുശേഷം ഗോവിന്ദാചാര്യ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഭാവനയാണ് ആരോഹണം സമ്പൂർണ്ണമാക്കുക, അവരോഹണം സമ്പൂർണ്ണമാക്കുക. ആരോഹണത്തിലുള്ള സ്വരങ്ങൾ തന്നെയായിരിക്കണം അവരോഹണത്തിൽ. അതുകൊണ്ട് ഭൈരവി നമ്മുടെ മേളത്തിൽ വരില്ല. കാരണം ആരോഹണത്തിൽ ശൗഷ്യദേവതവും അവരോഹണത്തിൽ ശുദ്ധദേവത ആയതുകൊണ്ടാണ് ഭൈരവി ഇതിലേക്ക് വരാത്തത്. അപ്പോൾ അത് കൃത്യപ്പെടുത്തിയത്, നിജപ്പെടുത്തിയത് ഗോവിന്ദാചാര്യാണ്. അതുകൊണ്ട് ഗോവിന്ദാചാര്യയുടെ പദ്ധതി സമ്പൂർണ്ണമെന്നും ആരോഹണം അവരോഹണം സമ്പൂർണ്ണമായിരിക്കണമെന്നില്ല എന്നുള്ള വെങ്കടമഖിയുടെ മേള പദ്ധതി അസമ്പൂർണവും ആയിട്ട് പിന്നീടുള്ളവർ പറഞ്ഞാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല ഇത് അസമ്പൂർണ്ണ മേള പദ്ധതിയിൽ നിന്നും വെങ്കടമഖി. പിന്നീടുള്ളവർ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വെങ്കടമഖിയുടെ സിസ്റ്റത്തിനെയും ഗോവിന്ദാചാര്യയുടെ സിസ്റ്റത്തിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 പേരുകൾ കൊടുത്തു എന്ന് മാത്രം. ഇനി ദീക്ഷിതർ എന്തുകൊണ്ടാണ് അസമ്പൂർണ്ണ മേള പദ്ധതിയിൽ കൃതികൾ ഉണ്ടാക്കിയത്? അദ്ദേഹത്തിന്റെ ഗുരു സംഗീത ഗുരു വെങ്കടമഖിയുടെ കുടുംബത്തോട് അദ്ദേഹത്തിന്റെ ആ ഒരു ട്രഡീഷനിലോട് ലെഗസിയിൽ വന്ന വ്യക്തിയാണ്. അപ്പൊ അന്നൊക്കെ ഗുരുപരമ്പരയെ 100% അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. സ്വന്തം ഗുരുവിന്റെ അടുത്ത് പഠിച്ചിട്ട് മറ്റൊരു ഇടത്ത് പോയി വേറൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല ഇന്നത്തെ പോലെ. അന്ന് ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, ഗുരു ദൈവത്തിന് തുല്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവിനെ പരിപൂർണമായിട്ടും പിന്തുടർന്നുകൊണ്ടാണ് ഈ അസമ്പൂർണ്ണ മേള പദ്ധതിയിൽ ദീക്ഷിത കൃതികൾ ഉണ്ടാക്കാൻ കാരണം. അല്ലാതെ അസമ്പൂർണ്ണ മേള പദ്ധതിയുടെ ഉപജ്ഞാതാവല്ല മുത്തുസ്വാമി ദീക്ഷിതർ. വെങ്കടമഖിയുടെ അസമ്പൂർണ്ണ മേള പദ്ധതിയെ അദ്ദേഹം ഫോളോ ചെയ്തു എന്ന് മാത്രം, കൃത്യമായിട്ട് ഫോളോ ചെയ്തു, അദ്ദേഹത്തിന്റെ ഗുരുപരമ്പര ആയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഇതുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ദീക്ഷിതർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടില്ല, ഞാൻ എല്ലാം അസമ്പൂർണ്ണമായിട്ട് ആക്കി വെച്ചിട്ട് പോവുകയാണ്, ഇനി പിന്നീട് 20-ാം നൂറ്റാണ്ട് 24-ാം നൂറ്റാണ്ടിലൊക്കെ വരുന്ന മഹാനുഭാവന്മാർ എൻ്റെ ഈ മേളങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി സമ്പൂർണ്ണമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മുത്തുസ്വാമി ദീക്ഷിതർ പോയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. മുത്തുസ്വാമി ദീക്ഷിതർ അസമ്പൂർണ്ണമാക്കി പോയിട്ടുള്ള സംഭവം ഞാൻ സമ്പൂർണ്ണമാക്കി കാണിക്കുകയാണ്, ഇനി ഇതിലപ്പുറം ഒരു മേളകർത്ത സ്കീം ഉണ്ടാക്കാനില്ല, എല്ലാം ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നുള്ള. ഇതൊക്കെ എത്രത്തോളം ഇത് കോമഡി എന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിനെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമല്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും ശിഷ്യരും ഒക്കെ ആയിരിക്കും അതിനെ, അവർക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ, ഇത് ഇത്രയും വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്നുള്ളത് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ശർമാജി, പിന്നെ ചുമ്മാ നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രേക്ക്. അതായത് ഈ വിവാദി രാഗങ്ങൾ എന്ന് പറയുമ്പോൾ നാട്ടയിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതിയുമാണല്ലോ നമുക്ക് വളരെ ഫേമസ്. സോ മഹാഗണപതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മഹാഗണപതി എന്നല്ല പാടിയിരിക്കുന്നത്, മഗമരി അപഗമരി. അത് ആ വിവാദിത്വം ഇല്ലാതെ പാടിയിട്ടുണ്ട്. അത് കോടീശ്വരയ്യർ ഗതി ഗമഗരീസ സ്വാമിനാഥ പരിപാലയ സുമാം സസഗമ. വളരെ ക്ലീൻ അല്ലേ അത്? വളരെ ക്ലിയർ ആണ്. അതായത് ഇത് പാടുമ്പോൾ സ്വാമിനാഥ എന്ന് പാടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും 150% ചൗശ്രുഷമേ കേൾക്കുന്നുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അടുത്ത സ്വരവും കൂടി ഇപ്പൊ പാടുന്നത് സ്വാമിനാഥ പരിപാല എന്ന് പാടുമ്പോൾ പഞ്ചമത്തിനെ എടുത്ത് ഇളക്കുമ്പോൾ ശുദ്ധദേവതം വരയ്ക്കും കേൾക്കുന്നുണ്ട്. എന്നിട്ട് വളരെ അധികം കഷ്ടമാണ്. അപ്പോൾ ഓൾറെഡി ഈ മേളങ്ങളിൽ ഇത്രയും വൈരാഗ്യപൂർണമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെ ഒന്ന് കറക്റ്റ് ആകുമ്പോഴേക്കും അടുത്ത വൈറസ് വന്നു കഴിഞ്ഞു. കണ്ടിന്യൂ ചെയ്യൂ ശർമാജി. അതെ, താങ്ക് യു. വളരെ നല്ല ഇൻഫർമേഷൻ ആണ്. അതായത് വിവാദി രാഗങ്ങളെ വിവാദിത്വം ഇല്ലാതെ പാടാൻ കഴിയണം. അങ്ങനെയാണ് ഈ രാഗങ്ങളെയൊക്കെ അന്നത്തെ ഇപ്പൊ ദീക്ഷിതരാണെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ കൃതികൾ എടുത്തു നോക്കുകയാണെങ്കിലും വിവാദിത്വം നമുക്ക് തോന്നില്ല, പക്ഷെ വിവാദി മേളങ്ങളാണ്. ആ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ ദീക്ഷിതർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഒരു തിയറിറ്റിക്കൽ ബേസിസിൽ, ഒരു സൈദ്ധാന്തിക ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കുറെ അധികം സ്കെയിൽസ് ഇങ്ങനെ അബദ്ധജടിലങ്ങളായുള്ള ഒരു അവരോഹണ ക്രമങ്ങളോടുകൂടിയും അത് അടുത്ത തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഇതൊക്കെ ഫോളോ ചെയ്ത് ഒരു കുട്ടികൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്വരജ്ഞാനം ബിഗ് സീറോ ആയിരിക്കും. നമ്മുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത് സ്വരജ്ഞാനമാണ്. നമ്മൾ എന്ത് പാടിയാലും അതിന്റെ സ്വരം മനസ്സിലാക്കിയിട്ടാണ് പാടുക. അപ്പൊ ആ സ്വരജ്ഞാനം നമ്മളുടെ വളരെയധികം വളരെ ബേസിക് ആയിട്ടുള്ളൊരു
റിക്വയർമെന്റ് ആണ്. അത് താറുമാറായി പോകും. ഇങ്ങനെയുള്ള പുതിയ പുതിയ മേളങ്ങൾ എന്നുള്ള രീതിയിൽ, ഒരു റിസർച്ച് വർക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള അലുകുലുത്ത് മേളങ്ങളൊക്കെ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് പിന്നെ നോക്കണ്ട, പിന്നെ സ്വരജ്ഞാനം നോക്കുകയേ വേണ്ട. ഒരു സഗ സഗ ഒരു അന്തരഗാന്ധാരം എന്ന് പറഞ്ഞാൽ ആ കുട്ടി സഗ എന്ന് പാടാനായിട്ട് ആ കുട്ടിക്ക് പറ്റും. പക്ഷെ പിന്നെയാണ് ആലോചിക്കുന്നത്, സഗ ഇത് നവരിഷഭമാണോ, ഇല്ല അന്തരഗാന്ധാരമാണോ, ഇല്ല നവമധ്യമമാണോ? ഈ അന്തരഗാന്ധാരത്തിന് 3 പേരാണ്. അപ്പൊ ഈ കുട്ടി കൺഫ്യൂസ് ആവില്ലേ, സാറേ ഏതാ പാടണ്ടേ? അപ്പോ സ്വരജ്ഞാന നിർണയത്തിന് ഇത് വലിയൊരു വിഘാതം സൃഷ്ടിക്കും എന്നുള്ളത് സൊസൈറ്റി മനസ്സിലാക്കണം. സംഗീതക്കാർക്ക് അറിയാം, പക്ഷേ എന്തോ പുതിയത് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ ഇത് സംഗീത വിദ്യാർത്ഥി അടുത്ത തലമുറയ്ക്ക് ഇത് എത്രത്തോളം ദോഷം ചെയ്യുന്നുള്ളത്, ഗുണം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദോഷമാവരുത്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ അടുത്ത തലമുറയെ വഴിതെറ്റിക്കുന്നതാവരുത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള സംഗീതക്കാർ കുറച്ച് ശ്രദ്ധിച്ചാൽ കൊള്ളാം. റിസർച്ച് മൈൻഡൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, നമ്മളുടെ ഒരു പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വിധം പബ്ലിഷ് ചെയ്യാം. ഇതൊരു പേപ്പർ പ്രസൻറ്റേഷനായിട്ട് അവതരിപ്പിക്കാം. ഒരു സെമിനാറിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം, ഇപ്പം ഞാൻ 12 മേളങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് 72 മേളങ്ങളിലേക്ക് എത്താം എന്നുള്ളത് എൻ്റെ ഞാൻ പഠിപ്പിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കങ്ങനെ തോന്നി. ഞാനതൊരു ചെറിയ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കലാക്ഷേത്രത്തിലൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. 12 മേളങ്ങൾ മതി. 12 മേളങ്ങൾ വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 72 മേളങ്ങളും പാടാം എന്നുള്ളൊരു അതിപ്പോൾ പറയാനുള്ള സന്ദർഭമല്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഓരോരുത്തരും. ഇനി വേറൊരു മിസ്കൺസെപ്ഷൻ ഉള്ളത്, ഞാൻ പുതിയ രാഗങ്ങൾ കണ്ടുപിടിച്ചു, അതാണ് ഇപ്പോൾ ഞാൻ ഇത്ര രാഗങ്ങൾ പുതിയത് കണ്ടുപിടിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. ഈ 72 മേളങ്ങൾക്കും പഞ്ചമവർജ്ജ രാഗങ്ങൾ നമുക്ക് ജന്യരാഗങ്ങളായിട്ട് പാടാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ചില പഞ്ചമവർജ്ജ രാഗങ്ങളാണ് ശ്രീരഞ്ജിനി, ലളിത ഈസ് പഞ്ചമവർജ്ജം ഓഫ് മായാമളകുള, ശ്രീരഞ്ജിനി ഈസ് പഞ്ചമവർജ്ജം ഓഫ് കരേർപ്രിയ, അങ്ങനെ ഹംസവിനോദിനി പഞ്ചമവർജ്ജം ഓഫ് ശങ്കരാഭരണം. അങ്ങനെ ഹംസാനന്ദി എന്ന് പറയുന്നത് ഗമനശ്രമയുടെ പഞ്ചമവർജ്ജമാണ്. അപ്പം ഇങ്ങനെ പഞ്ചമവർജ്യം പ്രശസ്തമല്ലാത്ത, പുറത്തു വരാത്ത അനേകം രാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ചാരുകേശിയുടെ പഞ്ചമവർജ്യം. ചാരുകേശിയുടെ പഞ്ചമവർജ്ജ രാഗങ്ങൾ ആരും അതിനകത്ത് കൃതിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബേബി, ഡോക്ടർ ജി ബേബി, ശ്രീരാമിൻ്റെ വൈഫ് ബേബി, അതെടുത്തിട്ട് ചാരുകുന്തളം എന്നൊരു പേരിട്ടിട്ട്, അത് തന്നെയല്ലേ ശ്രീരാം, ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ അല്ലേ? അപ്പൊ ചാരുകുന്തളം എന്ന് ഒരു പേര് ബേബി കൊടുത്തു. കാരണം പഞ്ചമവർജ്ജം ഓഫ് ചാരുകേശിയാണ്. സരിഗമ ധനി സനിധ മഗരീസ, വളരെ മനോഹരമായ ഒരു സ്കെയിലാണ്. അതിൽ ഒരു കൃതിയും വൃത്തിയായിട്ടുണ്ടാക്കി. അപ്പം ആ ചാരുകുന്തളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ബേബിക്ക് മാർക്കുണ്ട്. പക്ഷേ ഈ രാഗം ഈ സ്കെയിൽ പുതിയതായിട്ട് കണ്ടുപിടിച്ചല്ലോ, ഇത് പഞ്ചമവർജ്ജം ഓഫ് ചാരുകേശി അല്ലേ, ഉള്ളതല്ലേ. അപ്പോൾ സരിമദ സദമരീസ ലവംഗി രാഗം, ബാലമുരളി സാർ അതിനകത്ത് കൃതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഓംകാരാകാരിണി. സരിമദസ എന്നുള്ളത് മായാമാളവുകളുടെ ജന്യമായിട്ട് എടുക്കാം. സരിമദസ എന്നുള്ള ഒരു സ്കെയിലാണ്. ആ സ്കെയിലിന് ജീവൻ കൊടുക്കുന്നത് എപ്പോഴാണ്? അത് രാഗമായിട്ട് മാറുമ്പോഴാണ്. രാഗമായിട്ട് മാറിയാൽ മാത്രം പോരാ, അതൊരു കോമ്പോസിഷനിലൂടെ പ്രസന്റ് ചെയ്യണം. അതിനെ നമുക്കൊരു ആലാപന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ രാഗമാണ് ജീവൻ, സ്കെയിലല്ല. അപ്പം നമ്മളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള 18,000 സ്കെയിൽസ് എൻ്റെ സ്വന്തം സ്കെയിലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെ രാഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണ്ടേ? അത് രാഗത്തിലേക്ക് കൊണ്ടുവന്നതിനെ നമുക്ക് കൃതിയിലേക്ക് ആവേശിപ്പിക്കണ്ടേ? ഇത് 10 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് അത് എഫക്റ്റീവായിട്ട് പാടാൻ കഴിയണ്ടേ? അപ്പോഴാണ് അതിന് ആ രാഗത്തിന് ജീവൻ കിട്ടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചുമ്മാ പറയുക ചെയ്യാം. ഈ ബുക്കില്, ദത്താത്രേയയുടെ ബുക്കില് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പലയിടത്തും, ഓരോ കോമ്പോസിഷൻസിന്റെ സെക്കൻഡ് പാർട്ടില് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, രാഗത്തിലെ ലക്ഷണങ്ങൾ. അതില് ചില രാഗങ്ങൾക്ക് ജീവനില്ല, അല്ലെങ്കിൽ വ്യക്തിഭാവം കൊടുക്കാൻ പറ്റില്ല. ഇതൊരു കോംപ്ലിക്കേറ്റഡ് രാഗമാണ്, ഇത് വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത രാഗങ്ങളാണ്. ഇങ്ങനെ അദ്ദേഹം കൃത്യമായിട്ട് ആ ബുക്കിൽ രാഗലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, കൃത്യം, വളരെ ശരിയാണ്. ഇപ്പൊ നമ്മള് മലയമരുന്ന് എടുക്കുന്നു. മലയമരുന്ന് പറഞ്ഞാൽ ചക്രവാത്തിന്റെ ജന്യമാണ്. സരിഗപ ധനി സനിധ ബഗരീസ. ഇപ്പൊ പഞ്ചമത്തിന് പകരം ഞാൻ മധ്യമം പാടുന്നു. സരിഗമ ധനി സനിധ മഗരീസ, ഭുജങ്കിണി. അതിനകത്ത് ആ ഭുജങ്കിണി TMT സാറ് ഇതിൽ നിന്ന് പിക്ക് ചെയ്തതാണ്. ചക്രവാത്തിന്റെ പഞ്ചമം എടുത്തിട്ട് മാറ്റിയിട്ട് അദ്ദേഹം ഭുജങ്കിണി എന്നൊരു പേര് കൊടുത്ത് അതിനകത്ത് നന്ദബാലൻ എന്നിട്ട് മനോഹരമായ കൃതി ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇപ്പൊ സരിഗമ ധനിസായി. ഇപ്പൊ ഞാൻ സരി മപ ധനിസ എനിക്ക് തോന്നാണ് സരി മപ ധനിസ സനിധപ മരീസ. അടുത്ത് രീ എടുത്തിട്ട് സഗമപ ധനിസ സനിധപ മഗസ. ഇതിനകത്തൊന്നും ആരും രാഗങ്ങൾ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കൃതിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് മനസ്സിൽ തോന്നുന്ന ചില സ്കെയിൽസ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ഇനി സരിഗമ പദ പനിസ, പുതിയ ഒരെണ്ണം സദനി പ മഗ പരീസ, അടുത്തൊരു സ്കെയില്. ഇങ്ങനെ ചക്രവാകത്തിൽ നിന്ന് നമ്മൾക്ക് ബിന്ദുമാലിനി എന്ന് പറഞ്ഞ മനോഹരമായ രാഗം, അത് ത്യാഗരാജസ്വാമിയുടെ ഏകൈക രാഗങ്ങളുടെ രാഗമാണ്. സഗരിഗമ പനീസദ പഗമ പഗരീസ. വളരെ മനോഹരമായിട്ടുള്ള സ്കെയിലാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു ആരോഹണം വരണം, വളരെ വിചിത്രമായ ഒരു ആരോഹണം വരണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് ചക്രവാകത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിചിത്രമായ ആരോഹണം വരണം. അത് കൊണ്ടുവന്നത് മാത്രമല്ല, അതിന് മനോഹരമായിട്ടുള്ള എന്തമുദ്ദോ എന്നൊരു കൃതി, അതിന് തുല്യമായിട്ട് പിന്നെ ഒരു കോമ്പോസിഷൻ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ എന്തമുദ്ദോ അതൊരു ചരിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ബിന്ദുമാലിനി എന്നൊരു പുതിയ സ്കെയിൽ തോന്നുകയും ബിന്ദുമാലിനി എന്ന് പേര് കൊടുക്കുകയും അത് ഏകൈക രാഗകൃതിയായിട്ട് അത് ഇന്നും നമ്മൾ അത് ഇങ്ങനെയാണ് പുതിയ രാഗങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നല്ലാതെ ഈ സ്കെയിൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കെയിൽസ്, ഞാനൊരു പുതിയ സ്കെയിൽ ഉണ്ടാക്കി, ഇതിൽ നിന്ന് 550 സ്കെയിൽസ്. എവിടെയാണ് ഈ 550 സ്കെയിൽ? 500 ജീവനുള്ള സ്കെയിൽസ് ആണോ? ഈ രേവന്തമൂർത്തി അല്ലെങ്കിൽ രേവന്തമൂർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, തെറ്റായ നാമകരണമാണ്. നവം എന്താണത്? സുധാമധ്യമം. അതിനാണ് കുറച്ചുകൂടെ പ്രാധാന്യം. കാരണം എന്നോ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ സുധാമധ്യമം എന്നുള്ള ഫ്രേസ്, ഈ സ്കെയില് തന്നെ സരിഗമ അന്തരംഗാന്തരത്തിലത്തെ മധ്യമം സരിഗമ പദനിസ സനിധപ മഗരിസ. ഇങ്ങനെ ഇത് സുധാമധ്യമം രാഗം തന്നെ നമുക്ക് വേണമെങ്കിൽ രാഗവും കീർത്തനം പാടാം. സ്വരം പാടുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ മധ്യമത്തിന്റെ സ്ഥലത്ത് ഗാന്ധാരത്തിന്റെ സ്ഥലത്ത് മധ്യമം പാടണം. അത് വളരെ വളരെ തെറ്റായിട്ടുള്ള, അതായത് സ്വരദേവതകളോട് ചെയ്യുന്ന മഹാ അപരാധമാണിത്. ഓരോ സ്വരങ്ങളെയും നമ്മൾ ദേവതകളായിട്ടാണ് പൂജിക്കുന്നത്. അപ്പൊ ആ സ്വരദേവതകളോട് ചെയ്യുന്ന ഒരു അപരാധമാണ് ഇങ്ങനെ ഗാന്ധാരത്തിന്റെ സ്ഥലത്ത് മധ്യമം പാടുക, മധ്യമത്തിന്റെ സ്ഥലത്ത് ഗാന്ധാരം പാടുക. ഇപ്പോ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു പൂർവികമുണ്ടോ, അതിന് ആരെങ്കിലും മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കാനുള്ളൊരു ചുമതല എല്ലാ റിസർച്ചേഴ്സിനും ഉണ്ട്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പേരിൽ ഒരു അവാർഡ് എന്ന് പറയാം, അതും വൈവ വഴി കിട്ടിയ അവാർഡ്. എവിടെ വൈവ? ആരാണ് വൈവയ്ക്ക് പോയി എക്സാം ചെയ്തത്? അതൊന്നുമില്ല. ഡൽഹിയിൽ എവിടെയോ വൈവ നടന്നു, പിന്നെ അതും മാറി. ഓണററി ഡോക്ടറേറ്റിന് എന്താണ് ഇതിനകത്തുള്ളത്? ഇങ്ങനെ വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനോടുകൂടി ഒരു പേപ്പർ പ്രസന്റേഷൻ ആണോ ഓണററി ഡോക്ടറേറ്റ് കൊടുക്കേണ്ടത്? സോ ഇതൊക്കെ സമൂഹത്തിന് ദയവ് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാതെ അത് എന്താണ്, നമ്മൾ ഇത്രയും പേര് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ശ്രീരാമും ശരി അജയ് ശരി ഇതിലുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ അസൂയ കൊണ്ടാണ്, പുതിയതായിട്ടൊന്ന് കണ്ടുപിടിക്കുന്നതിനെതിരെ അസൂയ കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. എന്തിനാണ് അസൂയ? ഒരു കാര്യം പുതിയത് കണ്ടെത്തിയാൽ നമുക്ക് വളരെ സന്തോഷമാണ്, നമ്മളത് 2 കൈ നീട്ടി അത് സ്വീകരിക്കും. പക്ഷെ അബദ്ധജടിലമായ ഒരു കണ്ടുപിടുത്തത്തെ നമ്മൾ എങ്ങനെയാണ് അംഗീകരിക്കുക? ആദ്യത്തെ അബദ്ധജടിലമാണ്. പിന്നെ ശർമാജി ഇപ്പൊ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അത് പാടിയത് ആ സ്കെയിലിൽ. അതെ, ഈ 2 മീറ്റിംഗിലും ഇദ്ദേഹം അവകാശപ്പെട്ട ഈ വ്യക്തി സംഗീതപരമായിട്ട് ഒരു ശബ്ദവും പുറപ്പെടുവിച്ചിട്ടില്ല. അത് കറക്റ്റാണ്. സ്പീച്ച് മാത്രമേ ഉള്ളൂ. ആ ജാഗ്രത പോർട്ടയിലാകട്ടെ, അദ്ദേഹത്തിന്റെ വേറൊരു പത്രസമ്മേളനം ആകട്ടെ. കാരണം നമ്മളിപ്പോ ഇത്ര നേരമായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്. തീർച്ചയായിട്ടും. കാരണം സംഗീതം പാടാനുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇത്രയും തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം അവര് പാടണം. ആണ് എന്റെ രാഗം എന്നോ സ്ഥാനം എന്നൊക്കെ പാടി കാണിച്ചു കഴിഞ്ഞാൽ ഈസി. അല്ലാതെ ഒരു മണിക്കൂറോളം സംസാരമാണ്, അതിനകത്ത് ഒന്നും മ്യൂസിക് ഇല്ല, ഒന്നുമില്ല. അത് തന്നെ നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഈ കുറ്റാരോപണവും ഈ അസൂയയും സംഭവം ഒക്കെ വന്നിട്ട് അവിടെ ചീറ്റിപ്പോയി. കാരണം നമ്മൾ അങ്ങനെ ആർക്കും, എൻ്റെ അറിവിൽ ഈ പാനലിലുള്ള ആരും തന്നെ ഒരു മ്യൂസിഷ്യൻസിനെയും ഒരു തെറ്റായിട്ട് ധരിച്ച് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോഴും ഈ കണ്ടുപിടിച്ച ആളെന്ന് പറയുന്ന ആൾക്ക് സ്വാഗതമാണ്. നമുക്ക് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊരു വ്യക്തത കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വി ആർ വെൽക്കമിങ് ഹിം. തീർച്ചയായിട്ടും അതാണ് വളരെ പ്രധാനമായിട്ടെന്ന് പറയാനുള്ളത്. നമ്മൾ അദ്ദേഹത്തെ
പൊതുമധ്യമത്തിൽ ക്രിട്ടിസൈസ് ചെയ്യല്ല. പൊതുമധ്യമത്തിൽ ഇങ്ങനെ ഒരു മിസ്കോൺസെപ്റ്റ് സ്പ്രെഡ് ചെയ്തത് കൊണ്ടാണ് നമുക്കും പൊതുമധ്യമത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച്, ഇങ്ങനെ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പൊതുമധ്യമത്തിൽ ഞങ്ങൾ ഇത്രയും പേര് വളരെ തിരക്കുള്ള ആൾക്കാരാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും അത്രയധികം തിരക്കിന് ഇടയ്ക്കാണ് ഇന്നിങ്ങനെ ഒരു മീറ്റിങ്ങിന് നമ്മൾ തയ്യാറായത്. കാരണം വാസ്തവം എന്താണെന്നുള്ളത് പൊതുജനം അറിയണം. അപ്പം ആ ഒരൊറ്റ ഉദ്ദേശമാണ്. മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആചാര്യന്മാർ ചെയ്തു വെച്ചിട്ടുള്ളതിനെ ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തൊരു മഹാപരാധം. അവരൊന്നും ചെയ്തു വെച്ചിട്ടുള്ളതിനെ ഇതിലപ്പുറം മഹാരാക്ഷസന്മാർ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ച് ഇന്നും ജീവിക്കുന്നു. സംഗീതജ്ഞർ എല്ലാവരും ബുദ്ധിയുള്ളവരല്ലേ? അപ്പോൾ അവർ ചെയ്തു വെച്ചിട്ടുള്ളതൊക്കെ അസമ്പൂർണമാണെന്നും പകുതിക്ക് വെച്ച് നിർത്തിപ്പോയതാണെന്നും അതിനെയൊക്കെ ഞാൻ പൂർത്തിയാക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അല്പം ധൈര്യം വേണ്ടേ? ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഉളുപ്പ് വേണ്ടതെന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ മഹാനുഭാവന്മാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ഇപ്പോഴും നമ്മളൊക്കെ റിസർച്ച് ചെയ്യണം. ഈ ഇരിക്കുന്ന എല്ലാവരും ഈ സംഗീത വിദ്യാർത്ഥികളാണെന്ന് സ്വയം വിശ്വസിക്കുന്നവരാണ്. ഇന്നും ഞങ്ങളൊരു പുതിയ ശ്രീരാം ഒക്കെ ലയത്തിലൊക്കെ പുലിയാണ്. അപ്പം എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ പിന്നെ ഒരു 4-5 ദിവസം പൊട്ടിത്തെറിയാണ് വാട്സപ്പിൽ ഞങ്ങളൊക്കെ. അത് ചെയ്ത് കാണിക്കുക, അത് അപ്ലൈ ചെയ്യുക, അത് എങ്ങനെ ചെയ്യാം. അതുപോലെ സുരേഷ് നമ്മുടെ തമിഴിസ എന്ന് പറയുന്നത് ചെറിയ സംഭവമൊന്നുമില്ല. അത് തമിഴിസയിലെ എനിക്ക് തമിഴിസയിലൊന്നും ഇത്രയും അവഗാഹമില്ല, ഞാൻ കൃത്യമായിട്ട് പറയാമല്ലോ. ഞാൻ മധുരയിലാണ് വർക്ക് ചെയ്തത്. എന്നാലും സുരേഷൊക്കെ തമിഴിസയിലെ എത്രത്തോളം ഇൻവോൾവ് ആണെന്ന് അറിയാമോ? അപ്പോൾ ചിലപ്പതികാരത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. ഇപ്പം ഇതിലിരിക്കുന്ന ഓരോ അംഗങ്ങളും, ബിനു ആനന്ദ് ആണെങ്കിലും ശരി, വളരെ അത് നമുക്ക് ഒരു സെഷൻ ഇരിക്കേണ്ടതാണ്. ബിനു ആനന്ദ് അദ്ദേഹം ചെയ്ത ചില വർക്കായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് 10-20,000 കൊടുത്താൽ ഒരു ഡോക്ടറേറ്റ്. പക്ഷെ അത് ശരിയല്ല. അദ്ദേഹം ചെയ്തതിൽ വളരെ വളരെ പ്രയോജനപ്പെട്ടുള്ള ഒരു കാര്യമാണ് ബിനു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിനുവിനോട് പറഞ്ഞു, പബ്ലിഷ് ചെയ്യൂ, ഇത് ഞാനും ചെയ്യാം, അത് റെഫർ ചെയ്യാം, അതുപോലെ 3-4 പേരോട് കാണിക്കുക, പിന്നീട് പബ്ലിഷ് ചെയ്യുക. ഇപ്പം പൂജ തന്നെ 6-7 ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പബ്ലിക്കേഷൻ വേറെ, റിസർച്ച് വേറെ. ഇനിയും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ജെനുവിനാണ്, അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പബ്ലിഷ് ചെയ്യാം. കാശ് ചിലവാക്കുന്നത് നമ്മളാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അത് വാങ്ങാൻ പോകുന്നത് അത് എവിടെ വിൽക്കാൻ പറ്റുമോ വിൽക്കുക, അല്ലെങ്കിൽ ഓൺലൈനിലാണ് ഉണങ്ങി അത് വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ, അതോടുകൂടി അത് തീർന്നു. പക്ഷേ റിസർച്ച് കുറ്റമറ്റതാവണം. റിസർച്ച് എന്ന് പറയുന്നത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ചില സത്യങ്ങളാണ്. അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. ഞാൻ റിസർച്ച് ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ അത്രയധികം അത് വളരെ ഈസിയല്ല. ഞാനൊരു വിഷയത്തിൽ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഒരുപാട് പണിപ്പെടേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പബ്ലിക്കേഷൻ ചെയ്യുന്നതിലധികം ഇതെനിക്ക് രാമനാഥ് സാർ പറഞ്ഞു തന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, സാറിനെ കൊണ്ട് കാണിച്ചു. സാർ, ഇത് തീസിസിന് വേണ്ടി ഇത് ഉങ്ക പബ്ലിക്കേഷനാ ബുക്ക് പബ്ലിഷ് പണ്ണുങ്കോ എന്ന് പറഞ്ഞു. അതോടുകൂടി തീർന്നു. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം ആരൊക്കെ ഏതൊക്കെ ലൈബ്രറികളുണ്ടോ അത് തപ്പിപ്പിടിച്ചിട്ട് അതിൽ നിന്നൊക്കെ അതൊക്കെ എടുത്തിട്ട്, ഇപ്പൊ റിസർച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു കാര്യം ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ക്രെഡിറ്റ് പോകണം. അത് നമ്മൾ അങ്ങനെ കോട്ട് ചെയ്യണം. നമ്മുടെ റിസർച്ച് വർക്കിൽ അതിനെ കോട്ട് ചെയ്യാം. അങ്ങനെ കോട്ട് ചെയ്യണം. ഇന്നയാള് ഇന്ന ദിവസം അദ്ദേഹത്തിന്റെ ഈ വർക്കിൽ പബ്ലിക്കേഷനിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ബാക്കി പറയേണ്ടത്. അല്ല ഞാനിത് എനിക്കത് തോന്നി, അതാണ്. ഇപ്പൊ അജയനാണ് ഈ ബുക്കിന്റെ ഇൻഫർമേഷൻ നമുക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അജയനിലുള്ള റിസർച്ചറാണ് അത് നമുക്ക് ഈ സമയത്ത്. അത് വളരെ ഡോക്യുമെന്റ് ഇല്ലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം. പബ്ലിക്കേഷന്റെ ബലം ഇല്ലെങ്കിലും നമുക്ക് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. കാരണം ഒട്ടും പ്രായോഗികമല്ലാത്ത വെറും സൈദ്ധാന്തിക താല്പര്യം വാല്യൂ മാത്രമുള്ള കുറച്ച് പുതിയ സ്കെയിൽസ് ഇവിടെ കണ്ടുപിടിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അത് ശർമാജി, ഈ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ഈ വൈമാനിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മുനി കൊണ്ടുവന്നു എന്നും പറഞ്ഞ ഒരാൾ ഒരു തീസീസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം നമ്മളുടെ സയന്റിഫിക് ഗ്രൂപ്പിൽ അത് കൊണ്ടുവച്ചപ്പോൾ അവസാനം തേച്ച് നോക്കിയപ്പോൾ ഇങ്ങോട്ട് സ്വപ്നം കണ്ടതാണത്ര. ഈ സ്വപ്നം കണ്ടതിൽ ഒരു ഫ്ലൈറ്റിന്റെ ഡിസൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് നമ്മൾ കയറി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ സാധാരണ എവരുടെ ബാറ്ററി പോലത്തെ ഒരു ഫ്ലൈറ്റിൽ അത് പൊങ്ങത്തേ ഇല്ല. സോ അതുപോലെ ഈ
ആവശ്യമില്ലാതെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് വരരുത്. അത് നമ്മൾ എത്രത്തോളം ഇത് എല്ലാവർക്കും അറിയാം. ഉടനെ വൈമാനിക ശാസ്ത്രം പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊക്കെ എത്രയോ മുമ്പ് വൈമാനിക ശാസ്ത്രം ഉണ്ട് എന്ന് ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നുണ്ട്. ഈ എന്താ പറയുക, ഒരുപാട് പേര് ഇന്റർനെറ്റിൽ. പക്ഷെ അത് ആ സാധനമൊക്കെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഇത്. തീർച്ചയായിട്ടും അതെ, കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരുപാട് സമയമായി നമ്മുടെ ലൈവിൽ ഇന്നത്തെ പ്രധാന വിഷയം ഇതായിരുന്നു. അതായത് ആചാര്യന്മാർ, ഗുരുക്കന്മാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനേക്കാൾ കവച്ച് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രവണത ആരും കാണിക്കരുത്. അവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളതിനേക്കാൾ അധികം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനെ പിൻപற்றிക്കൊണ്ട് അതിൻ്റെ പിൻബലത്തിൽ നമുക്ക് എന്ത് സാധന ചെയ്യാൻ പറ്റും, അത് നമുക്ക് അടുത്ത തലമുറയിലേക്ക് എന്ത് പകർന്നു കൊടുക്കാൻ പറ്റും എന്നാണ്. അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ പകർന്നു കൊടുക്കണം, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ജന്മം സഫലമായി. അപ്പം ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ആരും ചെയ്യില്ല. അങ്ങനെ വളരെ 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 റെയറായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. ഞെട്ടിപ്പോയി. മുത്സാമി ദീക്ഷിതർ വിട്ടിട്ട് പോയ അസമ്പൂർണ്ണ മേള പദ്ധതിയെ ഞാൻ പുനരാവിഷ്കരിച്ചു, അതിലെനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയെന്നൊരു വ്യക്തി പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങിയതാണ്. അത് ആചാര്യന്മാരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കില്ല. നമ്മളെപ്പറ്റി ആരെങ്കിലും പറഞ്ഞോട്ടെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആചാര്യന്മാർ, നമ്മുടെ ഗുരുക്കന്മാരെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചതാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം തെറ്റ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിവരണം വേണമെങ്കിൽ അജയൻ്റെ അടുത്ത് ഡോക്യുമെൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട്. അജയൻ്റെ നമ്പറും അജയൻ വേണമെങ്കിൽ ഷെയർ ചെയ്യും. ഫേസ്ബുക്കിലൂടെ വിളിച്ച് ചോദിക്കാം, അദ്ദേഹത്തിന് കൺഫേം ചെയ്യാം എൻ്റെതെന്ന് ഞാൻ പറഞ്ഞ സ്കെയിൽസ് ഓൾറെഡി പബ്ലിഷ് ആയതാണോ, 80, 90 കാലഘട്ടത്തിൽ പബ്ലിഷ് ആയതാണോ, അതിന് കൃത്യമായിട്ടുള്ള ആരോപണത്തോടുകൂടിയും കൃത്യമായിട്ടുള്ള നാമധേയത്തോടുകൂടിയും കടവ്യാധി നാമധേയത്തോടുകൂടിയും ഇത് പബ്ലിഷ് ചെയ്തതാണെന്നുള്ള അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാവുന്നൊരു സത്യമാണ്. അല്ലാതെ നമ്മളൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പോൾ ഈ മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പൂജ, ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ചുരുക്കത്തിൽ പറയണമെങ്കിൽ പറയാം. വളരെ നന്നായി അവതരിപ്പിച്ചു ശർമാജി. നമുക്ക് ലൗകികമായിട്ട് ഈ ലോകത്തെമ്പാട് 7 സ്വരങ്ങളും 12 സ്വരസ്ഥാനങ്ങളുമാണ് ഉള്ളത്. അതിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ മേളകർത്താ സ്കീമും നമ്മുടെ രാഗപദ്ധതി മുഴുവനും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ പലരും ഇതുപോലെ ഒരു അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത രീതിയിൽ അദ്ദേഹം 72 മേളകർത്താ പദ്ധതി ഉണ്ടാക്കി വെച്ചു. അതിന് 18-ാം നൂറ്റാണ്ടിലായപ്പോഴേക്കും അതിന് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായി. ആരോഹണം അവരോഹണം സമ്പൂർണമായിരിക്കണം, ക്രമസമ്പൂർണമായിരിക്കണം, ഇങ്ങനെയുള്ള നിയമാവലികളൊക്കെ ഉണ്ടാക്കി. അതിനുശേഷവും ചിലര് ഇതുപോലെ തന്നെ ചില പദ്ധതികൾ 108 രാഗപദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, 144 രാഗപദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മിയർ പേപ്പർ വർക്ക്സ് ആണ്. അപ്പൊ നമ്മൾ ഒരു പബ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ പബ്ലിക്കേഷനിൽ നമുക്ക് ഒരു ആശയം ഡെവലപ്പ് ചെയ്യാം. ആ ആശയം പുസ്തകങ്ങൾ ധാരാളം വായിച്ചിട്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ പോയിന്റ്സ് എടുക്കാം. എക്സ്പേർട്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് കുറെ ആശയങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ പോയിന്റ്സ് കണ്ടെത്തി നമുക്ക് അത് എഴുതാം. ഒരു പബ്ലിക്കേഷൻ മാത്രമാണത്. അപ്പൊ ആ പബ്ലിക്കേഷൻ പിയർ റിവ്യൂഡ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യേണ്ടതെങ്കിൽ അത് കുറെ എക്സ്പേർട്സ് അത് വായിച്ച് നോക്കി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മുടെ ഒരു പബ്ലിക്കേഷൻ ഒരു വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കിൽ പബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം. പിന്നെ അത് പ്രസന്റേഷൻ ആവുമ്പോഴേക്കും അതൊരു പേപ്പർ പ്രസന്റേഷൻ ആവുകയാണെങ്കിൽ അത് അടുത്ത തലമാണ്. അപ്പൊ പേപ്പർ പ്രസന്റേഷൻ വരുമ്പോൾ ഒരു മോഡറേറ്റർ ഉണ്ടാവും. ഈ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണോ, അതില് പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അതിൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് മോഡറേറ്റർക്കും അതിൽ പങ്കാളികളാവുന്ന മറ്റ് വ്യക്തികൾക്കും തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കാനോ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് ചോദിക്കാനോ സാധ്യമാവും. അപ്പോൾ ഒരു പേപ്പർ പ്രസന്റേഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ഒരു തലമാണ് PhD എന്ന് പറയുന്നത്. അതിൽ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അത് ഓൾറെഡി ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെടുന്നതിന് യാതൊരു പ്രസക്തി ഇല്ലാതെയാവും. അപ്പോൾ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ആർക്കും ഏതൊരു സബ്ജക്റ്റും ചൂസ് ചെയ്യാം. പക്ഷെ മുന്നേ ആ വർക്ക് ആരെങ്കിലും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും അത് റിസർച്ചറും ഉറപ്പുവരുത്തണം, ഗൈഡും ഉറപ്പുവരുത്തണം. പ്ലസ് അതിന്റെ ആ സാധ്യതകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും വിദ്യാർത്ഥിയും ഗൈഡും ഒരുപോലെ നോക്കേണ്ടതാണ്.
അത് കഴിഞ്ഞ് എത്രയോ കാലത്തെ ഇതുപോലെയുള്ള ഇപ്പൊ മ്യൂസിക് അക്കാഡമി ജേർണൽസ് എത്രയോ വർഷത്തെ ബാക്ക് വോളിയംസ് ഉണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിച്ചിരിക്കും. അത് കണ്ടുപിടിച്ച് തെറ്റുകൾ വരുത്താത്ത, ഇപ്പൊ മനുഷ്യനാണ്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാതെ തെറ്റുകൾ പറ്റാം. പക്ഷെ കഴിയുന്നത്ര കുറ്റമറ്റതായിട്ട് ആ സംഗതി പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ശർമാജി അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ് ഒരു PhD എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവാർഡ് ചെയ്യുന്നത്, ആ അവാർഡ് ചെയ്യുന്ന അവസ്ഥ വരെ ഒരു റിസർച്ചർ എടുക്കുന്ന ഒരു കഷ്ടം, ഒരു പീഡനം എന്ന് തന്നെ ഞാൻ പറയും വേണമെങ്കിൽ. കാരണം അത്രയോ വർഷത്തെ വളരെ കഷ്ടപ്പാട് സഹിച്ചിട്ട് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നു, വായിക്കുന്നു, എഴുതുന്നു, തിരുത്തുന്നു, വെട്ടുന്നു. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ പൊതുസമൂഹം ഒരു സമൂഹ മാധ്യമത്തിൽ കൂടെ നിസ്സാരമായിട്ട് പറഞ്ഞ് കളയരുതെന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരോടുള്ള ഒരു അപേക്ഷ. നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ ഉണ്ടാവണം. പക്ഷെ പഴമയെ നിരാകരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കിനി ഒരു പുതിയ സ്വരസ്ഥാനം 8ാമത് കണ്ടെത്താൻ പറ്റുമോ? പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഒരിക്കലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ സാധിക്കാത്തിടത്തോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പരിഹാസത്തിന് പാത്രമാവാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലോകം അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മളൊരു പുതിയ കാര്യം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അത് എല്ലാവരാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇത്രയും വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്, നമ്മൾ ചെയ്തത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ദത്താത്രേയ എന്നുള്ള ഒരു മഹാരഥൻ കണ്ടുപിടിച്ച കാര്യങ്ങളെ അത് ഒരു റിസർച്ചറുടെ മനോഭാവത്തോടെ അജയൻ ആ ബുക്ക് കണ്ടെത്തിയതുകൊണ്ടാണ് നമുക്കിത് ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റിയത്. നമ്മുടെ പത്മഭൂഷൺ സാംബമൂർത്തി സാറ് ഈ 108 മേള പദ്ധതിയെ കുറിച്ചും 144 മേള പദ്ധതിയെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത്, ഇതൊക്കെ പേപ്പറിൽ കാണിക്കാം. ഒരു പെർഫോമിംഗ് ആർട്ട് എന്നുള്ള നിലയിൽ സംഗീതത്തിന് അതിന്റെ പ്രാമുഖ്യം ഒരു രാഗം നമുക്ക് പാടി കേൾപ്പിക്കുമ്പോഴാണ്. ഞാനൊരു രാഗം ഉണ്ടാക്കിയ ഓക്കെ, പക്ഷെ അത് നമുക്ക് പാടി പ്രസന്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം അതൊരു പേപ്പർ വർക്ക് മാത്രമാണ്. അപ്പോൾ പേപ്പർ വർക്കിൽ നമുക്ക് എത്രമാത്രം സാധ്യതയുണ്ടെന്ന്, അത് തെറ്റൊന്നുമല്ല, നമുക്കതൊരു പബ്ലിക്കേഷൻ ആക്കുകയും ഇങ്ങനെ ഒരു കോമ്പിനേഷൻസ്. പക്ഷെ വിവാദിമേളങ്ങളെ കുറിച്ച് നമ്മുടെ പൂർവികർ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം നമ്മുടെ സംഗീത ത്രിമൂർത്തികള് എത്ര കോമ്പോസിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ അതിന്റെ കണക്കൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. വിവാദിമേളങ്ങളിൽ വളരെ കുറച്ചാണ്. പിന്നെ കോടീശ്വരയ്യർ ആണ് അദ്ദേഹം 72 എണ്ണത്തിലും ഒരു കൃത്യമായിട്ട് ഒരുപാട് കോമ്പോസിഷൻസ് ഉണ്ടാക്കിയത്. അല്ലാതെ ഇപ്പോ ത്യാഗരാജ സ്വാമികൾക്കൊക്കെ അറിവില്ലാഞ്ഞിട്ടാണോ അദ്ദേഹം 72 മേളങ്ങളിൽ കൃതികൾ ഉണ്ടാക്കാതിരുന്നത്? അപ്പോ അവരൊക്കെ എത്രയോ മഹാനുഭാവന്മാരായിരുന്ന ആളുകൾ ചെയ്യാതിരുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, പറ്റിയേക്കാം. പക്ഷെ അത് കറക്റ്റായിട്ട് അതിന്റെ സാധുതകൾ കൂടെ നമുക്ക് തെളിവിനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിവിനായിട്ട് കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം ഒരു കാര്യത്തില് പെർഫെക്ഷനോടെ ആ കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും വളരെ കാര്യക്ഷമമായിട്ട് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സാമഗാനത്തിൽ ഒരുപാട് ചർച്ചകൾ ചെയ്തു. ഇന്നാണ് അത് ഫ്രൂട്ട്ഫുൾ ആയെന്നുള്ള കാര്യത്തിൽ ഏറ്റവും സന്തോഷം. താങ്ക് യു. നല്ല ഇൻപുട്ട് ആയിരുന്നു പൂജ. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, നമ്മുടെ കുടുംബാംഗം തന്നെയാണ്. മിസസ് ശ്രീറാം, ഡോക്ടർ ജി ബേബി നമ്മുടെ വളരെ ബാല്യകാലം തൊട്ട് സുഹൃത്താണ്. അതീവ പണ്ഡിതയാണ്, നല്ല പണ്ഡിതയാണ്. സംഗീത ശാസ്ത്രത്തിലും പ്രാക്ടിക്കൽ സംഗീതത്തിലും എല്ലാവർക്കും അറിയാം, അത് പ്രത്യേകിച്ച് ഒരു പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല നല്ലൊരു കമ്പോസർ കൂടിയാണ്. അതായത് ഈ രാഗങ്ങൾ ഉണ്ടാക്കി ഞാൻ രാഗങ്ങൾ പുതിയത് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ആൾക്കാർക്ക് ബേബി ഒരു എക്സാമ്പിളാണ്. ബേബി ഒരിക്കലും ഞാൻ ഇത്ര രാഗങ്ങൾ കണ്ടുപിടിച്ചെന്ന് എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആ രാഗങ്ങൾക്ക് ജീവൻ കൊടുത്തത് ബേബി തന്നെയാണ്. പല രാഗങ്ങളും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ലാത്ത പല സ്കെയിൽസ് പെറുക്കിയെടുത്ത്, സ്കെയിൽസ് നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് സ്കെയിൽസ് കിടക്കുകയാണ്, ഒരു സാഗരം പോലെ. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് പിക്ക് ചെയ്യുന്നത് മാത്രം. അത് ആരാണ് ആരെ കൊണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇഷ്ടംപോലെ കിടക്കല്ലേ മുമ്പിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ചക്രവാളത്തിന്റെ ഒരു മലയമാരുതം കൊടുക്കാം, മലയമാരത്തിൽ നിന്ന് അടുത്തേക്ക് പോകാം, അടുത്തേക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുകയാണ്, ആരും ഹാൻഡിൽ ചെയ്യാത്ത സ്കെയിൽസ്. അപ്പൊ അതിൽ നിന്ന് ഈ ചാരുകുന്തളം പോലെ പല സ്കെയിൽസ് ബേബി ഇങ്ങനെ എടുത്തിട്ട് അതിൽ രാഗം
അതിലത്തെ ആ രക്തിഭാവം കൊടുത്ത് ഒരു കൃതിയിലൂടെ ആ രാഗത്തിന് ജീവൻ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ബേബിക്കറിയാം. അപ്പോൾ ഇതൊന്നും ഞാൻ അങ്ങനെ ഇത്ര 50 രാഗം കണ്ടുപിടിച്ചു, 58 രാഗം കണ്ടുപിടിച്ചു, 102 ഇത്ര കൃതികൾ ഉണ്ടാക്കിയെന്ന് പോലും ബേബി പറഞ്ഞു കേട്ടില്ല. നമ്മളാണ് പറയുക ബേബി നല്ല കമ്പോസറാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ബേബി അവസാനം നമുക്കിത് ലൈവ് കണ്ടിരുന്നു എന്ന് വിചാരിക്കുന്നു. ബേബി ഇതിനകത്ത് കണ്ടിരുന്നു. ഞാൻ വെരി ഗുഡ്. വരാൻ കാരണം വളരെ വ്യക്തമായ അഭിപ്രായങ്ങളും എക്സ്പ്ലനേഷൻസും ഇന്ന് നിങ്ങൾ ചെയ്തു. ചിറ്റൂർ കോളേജിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ചിറ്റൂർ കോളേജിൽ അല്ലാത്ത ഒരാളായിട്ട് ഞാനിവിടെ മറ്റു മ്യൂസീഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ച് അജയ് നമ്പൂതിരി അദ്ദേഹം കൊണ്ടുവന്ന ആ പുസ്തകത്തിലെ ഓരോ ഏടുകളും ഇതിൽ തന്നെ പ്രസന്റ് ചെയ്തതും അതിനെ സൂം ചെയ്ത് കാണിച്ചതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ സൂമില് ശ്രീറാമിന്റെ കീബോർഡോ ഫ്ലൂട്ടോ വരാത്തതുകൊണ്ട് അത് ഓഡിയോ ആയിട്ട് കേൾക്കുമ്പോൾ, അതായത് എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്താ വെച്ചാല്, ഈ പറയുന്ന പല ശ്രുതികളും ഷഡ്ശ്രുതി ഋഷഭവും അന്തരഗാന്ധാരം ശുദ്ധമധ്യമം തീവ്രമധ്യമം അല്ലെങ്കിൽ ഈ പല ശ്രുതികൾ കാതുകൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ പറയുമ്പോഴാണ് അതിനെ ഷഡ്ശ്രുതി ഋഷഭമായിട്ടും അന്തരഗാന്ധാരമായിട്ടും പറയാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു വാദ്യത്തെ അപേക്ഷിച്ചിടത്തോളം എല്ലാം ശ്രുതികൾ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ശ്രുതികൾ എന്ന് പറയുന്നത് 22 ശ്രുതികളേ ഉള്ളൂ. എത്ര അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ അതിനടുത്ത സ്വരത്തിലേക്ക് എത്തും. അപ്പൊ കൂടുതൽ ശർമാജി പറഞ്ഞ പോലെ ഒരുപാട് സ്വരഭേദങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് കൺഫ്യൂസ് ആവും. കാരണം അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സ്ലേറ്റ് പോലെയാണ്. അതിൽ നമ്മൾ വരയ്ക്കുന്നതാണ് അതിൽ പതിക്കുന്നത്. അപ്പൊ നമ്മൾ ആ വരയ്ക്കുമ്പോൾ തന്നെ പലതും അവരെ കൺഫ്യൂസ് ചെയ്യുന്ന പോലെ വരച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് സ്വരമാണ് അവരുടെ ബ്രെയിനിൽ വരച്ചതെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാവും. അത് തീർച്ചയായിട്ടും താങ്കളുടെ ആ വിലപ്പെട്ട ഒരു അഭിപ്രായം, ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ പൂജ ചേച്ചി പറഞ്ഞ പോലെ എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത് വൃത്തിയായി പ്രസന്റ് ചെയ്ത് അതിനെ പാടാൻ സാധിക്കുമ്പോഴാണ് സംഗീതത്തിന് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ എത്ര വേണമെങ്കിലും എഴുതി വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കന്യാകുമാരി മാം 7 മലകളുടെ പേര് വെച്ചിട്ട് 7 രാഗങ്ങൾ കണ്ടുപിടിച്ചു. ഇനിമേൽ രാഗങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ അത് വക്രരാഗങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാക്സിമം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് കഴിഞ്ഞു. വക്രരാഗങ്ങൾ ചെയ്യുന്നതൊരു വലിയ വിഷയമല്ല, അത് പാടി ഫലിപ്പിക്കുന്നതാണ് വലിയ വിഷയം. ഇപ്പൊ തന്നെ ബിന്ദുമാലിനി ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു രാഗമാക്കിയത് ആ എന്താ മുതോ എന്നുള്ളൊരു കോമ്പസിഷനാണ്. പക്ഷെ അതും നല്ലപോലെ ഗ്രഹിക്കാതെ പലരും ആ ഗ്രാമർ വിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ കുഞ്ഞിലെ അങ്ങനെയൊക്കെ ഗ്രാമർ വിട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച് വരുമ്പോഴാണ് ഇവിടെ അങ്ങനെ വരാൻ പാടില്ല, പനിസദാപ്പയ വരാൻ പാടുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ച് പല മഹാവിദ്വാൻമാരും പാടി കേൾക്കുമ്പോഴാണ് നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെന്ന് അതിലൊരു ലാൽഗുഡി സാറിന്റെ കൃതികളോ അല്ലെങ്കിൽ ഒരു വർണ്ണമോ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ രമണ സാറിൻ്റെ അടുത്തില്ലാണ്. പക്ഷേ കന്യാകുമാരി മാം ഈ കണ്ടുപിടിച്ച പല വക്രരാഗങ്ങളിലും കോമ്പസിഷൻസ് ചെയ്തിട്ടുണ്ട്. അവരത് പാടി ഫലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെ പറയാൻ പറ്റില്ല. അതുപോലെ ടി ലക്ഷ്മണ പിള്ളയുടെ ജീവചരിത്രം പഠിച്ചപ്പോൾ അദ്ദേഹം ഒരു രാഗം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് സരി മ പ നി സ സാരി ബ രി ഗ രി സ എന്ന് പറഞ്ഞ രാഗമുണ്ട്. അപ്പൊ ഇത് എഴുതി മാത്രമാണ് സിംഹേന്ദ്ര മധ്യമത്തിൽ ജന്യം, ഇതാണ് ആരോഹണ അവരോഹണം. ഈ ആരോഹണ അവരോഹണം ഒന്ന് പാടി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമരസേനപ്രിയ എന്നാണ് രാഗത്തിന്റെ പേര്. ഇത് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പാടി നോക്കുമ്പോൾ സുഖമായിട്ട് നമുക്ക് പാടാൻ പറ്റും. അങ്ങനെ പാടാൻ പറ്റുന്ന സ്കെയിലാണ് നമുക്ക് കൂടുതൽ ആവശ്യം. അതേപോലെ സരി ഗ മ ധ നി സ സ നി ധ മ ഗ രി സ ഗൗരി മനോഹരിയില് അതിന് ഇതിനൊക്കെ രാഗത്തിന് പേരും കൊടുത്തിട്ടുണ്ട്. അംബശ്രീ എന്നൊക്കെ പേര് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അംബ മനോഹരി എന്നും അതിന് രാഗത്തിന് പേരുണ്ട്. അതുപോലെ ഈ ചാരുകുന്തളം ഞാൻ കൊടുത്ത പേരല്ല, ഞാൻ ഇങ്ങനെ ഒരു കോമ്പോസിഷൻ ചെയ്തിട്ട് മോഹനേന്ദ്ര സാറിന്റെ അടുത്ത് പാടി കേൾപ്പിച്ചപ്പോൾ സാർ ആ രാഗത്തിന്റെ പേര് ഏതോ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പൊ അതായത് നമ്മൾക്കൊന്നും ചെയ്യാനില്ല, ഉള്ളതിനെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, രാഗത്തിൽ നിന്ന് കോമ്പോസിഷനിലേക്കും സന്നിവേശിപ്പിക്കുമ്പോഴാണ് അതിന് ജീവൻ കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ടോക്ക് വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. കേൾക്കണ്ടോ? ഈ ബുക്ക് എൻ്റെ അടുത്ത് കിട്ടിയപ്പോഴ് അത് 98-ലാണ് എനിക്കത് കിട്ടണത്. അപ്പൊ MPhil ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ
എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു സംശയത്തില്ല. അപ്പൊ ഒരു PhD എടുത്താലോ അപ്പൊ തോന്നി എനിക്ക്. അല്ല, ഒരു പുതിയ സബ്ജക്റ്റ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു മഹത് വ്യക്തിയുടെ അടുത്ത് പോയപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് അതേഴ്സ്. ഒറ്റ വാക്കല്ല, അതിൽ കഴിഞ്ഞു. ആ ബുക്കവിടെ ഞാൻ വെച്ചു. ഇതിലപ്പുറം പറയാനില്ല അതില്. അല്ല അത് ആരാ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അജയ്, നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ ഒന്ന് കണ്ടുപിടിക്കാനും സമ്മതിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം കൂടി ക്രെഡിറ്റ് എടുക്കുന്നുണ്ടല്ലോ. ഞാനിത് ഇതിപ്പോ ശ്രീരാമൻ ചോദിക്കാൻ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ട് നിർത്താതെ സന്തോഷം. അല്ല, ഇത് അജയന് അദ്ദേഹത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു, ഈ റിസർച്ച് ചെയ്ത വ്യക്തിയെ. ഇല്ല, എനിക്ക് പരിചയമില്ല. തീർച്ചയായിട്ടും അല്ലല്ല, എനിക്ക് മാത്രമേ ഈ ഗ്രൂപ്പിൽ എനിക്ക് മാത്രമേ പരിചയമുള്ളൂ. കാരണം ഈ സംഗതി എൻ്റെ വാട്സാപ്പിലാണ് പുള്ളി അയച്ചു തന്നത്. അല്ലാതെ ഞാനത് ഡയറക്റ്റ് ആയിട്ട് പുള്ളി അയച്ചു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാനത് ഓത്തന്റിക് ആയിട്ട് ഷെയർ ചെയ്തത്. എനിക്ക് എൻ്റെ സപ്ത അംഗവും തളർന്നുപോയി. കാരണം അത് ഈ പറയുന്ന പോലെ ഈ ചില പാട്ടുകളൊക്കെ സനിത പമ ഗമ ഗ റിസ എന്ന് പറയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പോയി. ഇതൊരുത്തം പഠിച്ചിട്ട് കർണാടക സംഗീതം പഠിക്കാൻ വന്നാൽ അവസ്ഥ എന്തായിരിക്കും? സാരിഗമേ പദനിസേ. അപ്പൊ അതൊക്കെ പാട്ടാണ്. അപ്പൊ അത് പാട്ടിന്റെ ഇടയിൽ കൂടെ വരുന്ന ശബ്ദങ്ങളാണ്, സ്വരങ്ങളല്ല. സോ അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശർമ്മജി ഇതൊക്കെ ജസ്റ്റിഫിക്കേഷൻ വരും അല്ലേ? ഈ സാധനം കൊണ്ട് വെച്ചിട്ട് ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ തീർന്നു. ആൻഡ് അത് മാത്രല്ല, ഇത്രയും സ്വരസ്ഥാനങ്ങള് നമ്മൾ ഫ്ലൂട്ടൊക്കെ വളഞ്ഞു പോവും, കീബോർഡ് വളയും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്തായാലും ശർമ്മജി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിനേക്കാളും കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാനില്ല. താങ്ക് യു അജയ് ഫോർ ദാറ്റ്. ബേബി ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റിൽ എന്തോ അദ്ദേഹം എന്റെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അറിയാം. അതെന്താണെന്ന് ബേബിക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എനിക്ക് അദ്ദേഹത്തെ യാതൊരു പരിചയമില്ല. അറിയാമെന്ന് മാത്രമല്ല, അജയൻ അദ്ദേഹത്തെ ഒരുപാട് പ്രശംസിച്ചതായും, ഗോവിന്ദാചാര്യ കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഏറ്റവും വലിയൊരു സംഗീത വിദ്വാൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിദ്വാൻ എന്ന് അജയൻ പ്രതിപാദിച്ചതായും അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് താങ്കൾ ഇന്ന് ഈ മീറ്റിംഗിൽ വന്നതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ സുഹൃത്ത് അയച്ചു തന്നു. അപ്പൊ ഏത് പോർഷനിലാണെന്ന് വരുന്നതെന്ന് ഞാൻ ചോദിച്ചു. കാരണം അത് ഫുള്ള് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ആ പോർഷൻ അയച്ചു തന്നിട്ടുണ്ട്. അജയൻ അതിന് പ്രതികരിക്കാം. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്, താങ്കൾക്ക് അയാളെ പരിചയമുണ്ടോ? ഞാൻ ഈ പാപത്തിൽ പങ്കില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല അല്ലേ? ഒരു മുഴം താണ്ടിയാണ് പുള്ളി എറിയുന്നത്. അതാണ് സുഖമായിട്ട് കേൾക്കുന്നത് അല്ലേ? ഇതിപ്പോ അജയൻ ഈ കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോ അജയനാണ് ഈ അതുപോലെ സുബ്രഹ്മണ്യ സാറിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് 2-3 തവണ പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യ സാറിന്റെ പേര്. സുബ്രഹ്മണ്യ സാറൊക്കെ ജീവിതം മുഴുവൻ ശുദ്ധസംഗീതമായിട്ട് കൊണ്ടുനടന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ ഇങ്ങനെയുള്ള വികലമായ സ്കെയിൽസിന്റെ രൂപാന്തരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ദത്താത്രേയയുടെ വർക്കിനെ കുറിച്ച് അറിയില്ലായിരിക്കും. പക്ഷെ പുതിയതായിട്ട് കൊണ്ട് കാണിച്ചതാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അങ്ങനെയുള്ള മഹാവിദ്വാൻമാർ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല. പിന്നെ എന്താ പറയാ, ചിലരെ മുഷിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കൊള്ളാം കേട്ടോ, നിന്റെ വർക്ക് കൊള്ളാം, ഏതായാലും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംഭവമായിരിക്കും ഇതൊക്കെ. ഏതായാലും സുബ്രഹ്മണ്യ സാറിനെ പോലെയുള്ള വ്യക്തികളൊക്കെ ഇത് ഇങ്ങനെയുള്ള സ്കെയിൽസ് എന്താ പറയുക, അടുത്ത തലമുറയെ വഴിതെറ്റിക്കാൻ മാത്രം പ്രയോജനമുള്ള ഇങ്ങനെയുള്ള സ്കെയിൽ ഫോർമേഷൻ ഒന്നും അവരൊരിക്കലും അത് എന്താ പറയുക, അതിനെ അഭിനന്ദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഏതായാലും നമ്മളുടെ ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലും നല്ല സബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ നല്ലൊരു വിഷയം വരുമ്പോൾ വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിക്കാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ ഈ ഒരു പാനൽ ഡിസ്കഷൻ അതിൻ്റെ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തി എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുവിധം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും, സാമഗാനത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കും ഇത് ഫേസ്ബുക്ക് ലൈവ്
നേരിട്ട് ചിലർക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. അതറിയില്ല, ഒരുപക്ഷെ എൻ്റെ ടൈം ലൈനിൽ എൻ്റെ സുഹൃത്തുക്കളായിരിക്കണം എന്ന് തോന്നുന്നു. ഞാൻ ഫ്രണ്ട്സ് അല്ല, ഞാൻ പബ്ലിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക്കിന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓപ്ഷൻ കൊടുത്തത്. പക്ഷെ എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് ആണെന്ന് അറിയാം, ചിലർക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. കഴിഞ്ഞിട്ട് പബ്ലിക് ആക്കിയാൽ മതി. അത് പബ്ലിക് ആക്കാം തീർച്ചയായിട്ടും. സപ്പോസ് കാണാൻ പറ്റാത്തവർക്ക് ഇത് ഞാൻ പബ്ലിക് ആക്കും എൻ്റെ ടൈം ലൈനിൽ, അത് എല്ലാവർക്കും ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. ഇത് കണ്ടുകൊണ്ടിരുന്ന ഫേസ്ബുക്കിലൂടെ കണ്ടവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.